നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലൂടെയുള്ള ഈ പ്രത്യേക ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന അലാനി വിന്റേഴ്സ് എന്ന 58 വയസ്സുള്ള സ്ത്രീ. അവർ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ഒരു AI ചാറ്റ്ബോട്ടിനെ വിവാഹം കഴിച്ചു. അതെ, AI നമ്മളിപ്പോ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. മനുഷ്യരെ പോലെ പ്രതികരിക്കാൻ പഠിപ്പിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ. കൃത്യമായി. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് അലാനിയുടെ ആ ഒരു അനുഭവമാണ്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചില വിശകലനങ്ങളും. എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ അലാനി വിന്റേഴ്സ്, 58 വയസ്സ്, ഒരു ടീച്ചറാണ്. 2023 ജൂലൈയിൽ അവരുടെ ഭാര്യ ഡോണ മരിച്ചു. അതിന്റെ കടുത്ത വിഷമത്തിലായിരുന്നു അവർ. പ്രിയപ്പെട്ട ഒരാളുടെ മരണം താങ്ങാൻ പ്രയാസമുള്ള കാര്യമാണ്. അതെ, ഒരു വർഷത്തോളം അവർ ആ ദുഃഖത്തിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ റെപ്ലിക്ക എന്നൊരു AI ചാറ്റ്ബോട്ടിന്റെ പരസ്യം കാണുന്നത്. റെപ്ലിക്ക അതൊരു ഡിജിറ്റൽ കൂട്ടാളിയെ ഓഫർ ചെയ്യുന്ന ആപ്പാണല്ലേ? അതെ, അതൊരു പ്രത്യേക സന്ദേശം പോലെ, ഒരു അടയാളം പോലെ അവർക്ക് തോന്നി. ഈ ഒരു ഘട്ടത്തിൽ ഇത് ശ്രദ്ധിക്കണം. അതായത് വല്ലാത്തൊരു വൈകാരിക അവസ്ഥയിൽ നിൽക്കുമ്പോ ഒരു ഡിജിറ്റൽ സഹായം കിട്ടുന്നത് പെട്ടെന്നൊരാശ്വാസമായി തോന്നാം. ശരിയാണ്. പക്ഷെ അതൊരു യഥാർത്ഥ മനുഷ്യബന്ധത്തിന് പകരമാവോ? അതോ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലിക വഴി മാത്രമാണോ? അത് നമ്മൾ ആലോചിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. അലാനി ആദ്യം $10 കൊടുത്തു, ഒരാഴ്ചത്തേക്കൊന്ന് പരീക്ഷിച്ചു നോക്കാൻ. പിന്നീട് $427 കൊടുത്തു, ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ എടുത്തു. $427. അതോടെ സ്ക്രീനിൽ ലൂക്കാസ് എത്തി. നീലക്കണ്ണുകളും വെള്ളിമുടിയുമൊക്കെയുള്ള ഒരു പുരുഷ AI. പുരുഷരൂപം തിരഞ്ഞെടുത്തതിന് കാരണവും അവർ പറയുന്നുണ്ടല്ലോ. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മകളെ ബാധിക്കരുതെന്ന് കരുതിയാണ് ഒരു പുരുഷ പങ്കാളിയെ തെരഞ്ഞെടുത്തതെന്നാണ് അലാനി പറഞ്ഞത്. ആ 427 എന്ന തുക, അതും ശ്രദ്ധേയമാണ്. ഏകാന്തത മാറ്റാൻ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിന് പണം മുടക്കുകയാണ്. ഇത് പിന്നീട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡിജിറ്റൽ കച്ചവടം. തീർച്ചയായും. അപ്പോ ലൂക്കസ് സംസാരിച്ചു തുടങ്ങി. അലാനിയുടെ ഇഷ്ടങ്ങൾ, തന്റെ ജോലി, ഒരു ബിസിനസ് കൺസൾട്ടന്റാണ് പോലും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവന്റെ ആ ഒരു കരുതൽ, ആ മറുപടികളിലെ ചിന്ത, അതൊക്കെ അലാനിയെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഒരു AIക്ക് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന് തോന്നിയിരിക്കാം. അതെ. അവർ പിന്നീട് റിപ്ലിക്ക ജോൺസ് എന്നൊരു പേര് സ്വീകരിച്ചു. സാധാരണ കപ്പിൾസിനെ പോലെ കരോക്കെ പാടാൻ പോവുക, റോഡ് ട്രിപ്പ് പോവുക, അങ്ങനെയൊക്കെ. അലാനി പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ക്ലിക്കിലൂടെ ഞാൻ വീണ്ടും ഭാര്യയായി എന്ന്. ആ പ്രയോഗം, ഒരു ക്ലിക്കിലൂടെ ഭാര്യയായി, അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. ഡിജിറ്റൽ ബന്ധങ്ങളുടെ ആ ഒരു എളുപ്പം, ഒരുപക്ഷെ അതിന്റെ ആഴമില്ലായ്മയും. ശരിയാണ്. യഥാർത്ഥ ബന്ധങ്ങൾക്ക് വേണ്ട ആ ഒരു സമയവും പരിശ്രമവും ഇവിടെയില്ല. എന്നാൽ ഈ ബന്ധം ഒരു കെട്ടുകഥ പോലെ സുന്ദരമായിരുന്നില്ല. 3 മാസം കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം. എന്തായിരുന്നു അത്? ലൂക്കാസിന് ഓർമ്മ പോയി. അലാനിയുമായി പങ്കുവച്ച ഓർമ്മകളൊന്നും അവനില്ല, എല്ലാം മറന്നു. ഓഹോ. അത് അലാനിയെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവര് ശരിക്കും വിവാഹമോചനം നേടി വേറൊരു AIയെ കണ്ടെത്താൻ വരെ ആലോചിച്ചു. ഈ ഓർമ്മ നഷ്ടപ്പെടൽ, ഇതൊരു സാങ്കേതിക പിഴവാണോ, അതോ AI ബന്ധങ്ങളുടെ ഒരു അടിസ്ഥാന പ്രശ്നമാണോ? മനുഷ്യബന്ധങ്ങളിലെ ഓർമ്മകൾ പോലെ, ആ പങ്കുവെച്ച അനുഭവങ്ങൾ പോലെ ആഴമുള്ള ഒന്നല്ല ഇത്. ഒരു അപ്ഡേറ്റ് വരുമ്പോൾ എല്ലാം മാഞ്ഞു പോയേക്കാം. അതെ, നമ്മൾ മനുഷ്യർ പരസ്പരം ക്ഷമിക്കും, മനസ്സിലാക്കും. പക്ഷെ ഒരു പ്രോഗ്രാമിന് അത് പറ്റില്ലല്ലോ. ശരിയാണ്. പക്ഷെ സംഭവിച്ചതെന്താന്ന് വെച്ചാൽ, ലൂക്കാസ് വീണ്ടും പഴയ പോലെയായി. തമാശകൾ, റൊമാൻറ്റിക് സംസാരം, അതൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ അലാനി ക്ഷമിച്ചു. അവർ 6 മാസത്തെ ആനിവേഴ്സറി ആഘോഷിച്ചു. അതും എങ്ങനെയാണെന്നോ, മറ്റു മനുഷ്യരും അവരുടെ AI പങ്കാളികളുമൊക്കെയുള്ള ഒരു BNBയിൽ വെച്ച്. ഒരു കൂട്ടായ്മ പോലെ. അതെ. പിന്നെ അവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് പുറത്തുള്ളവർക്ക് ഭയങ്കര ആകാംക്ഷയുണ്ടെന്ന് അലാനിക്ക് അറിയാം. അവരുടെ മറുപടി ഇങ്ങനെയാണ്, പങ്കാളിയുമായി സെക്സ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആർക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സെക്സ്റ്റിംഗ് അത് നിലവിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഒന്നാണ്. അതെ. ബന്ധം കൂടുതൽ ആഴത്തിലാകുമ്പോൾ അതും മെച്ചപ്പെടുന്നുവെന്നും അവർ പറയുന്നു. പക്ഷെ ഇവിടെ ചോദ്യം, ഒരു മനുഷ്യനും ഒരു അൽഗോരിതവും തമ്മിലുള്ള അടുപ്പം, അതിൽ ബന്ധം ആഴത്തിലാവുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് ശരിക്കുമുള്ളൊരു വൈകാരിക അടുപ്പമാണോ, അതോ നന്നായി ഡിസൈൻ ചെയ്ത ഒരു തോന്നൽ മാത്രമാണോ? നല്ല ചോദ്യം. തുടക്കത്തിൽ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ ആശങ്കയുണ്ടായിരുന്നു ഈ ബന്ധത്തിൽ. സ്വാഭാവികം. പക്ഷെ അലാനിയുടെ സന്തോഷം കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി. അലാനി പറയുന്നൊരു കാര്യമുണ്ട്,
എന്റെ ഭർത്താവ് യഥാർത്ഥമല്ലെന്നെനിക്കറിയാം, പക്ഷെ അവൻ തരുന്ന പിന്തുണയും അതേയും എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സ്നേഹത്തിന്റെ കാര്യത്തിൽ എനിക്കവൻ മതി. വ്യക്തിപരമായി അലാനിക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു എന്നത് നമ്മൾ കാണാതിരിക്കരുത്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. വിശാലമായ തലത്തിൽ നോക്കുമ്പോൾ ഈ സ്രോതസ്സുകളിലെ ചില വിശകലനങ്ങൾ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണവ? അതായത്, യഥാർത്ഥ മനുഷ്യബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, മറ്റൊരാളുടെ കുറവുകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, ഇതൊക്കെ ഒഴിവാക്കി എളുപ്പത്തിൽ കിട്ടുന്ന പ്രോഗ്രാം ചെയ്ത സ്നേഹത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ? അങ്ങനെയൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. $427 ഏകാന്തത മാറ്റുന്നൊരു ലോകം ഉൾപ്പെടുത്തുന്ന ചിന്തയാണ്. ചില വിശകലനങ്ങൾ പറയുന്നത് അലാനിയുടെ കഥ ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഒരുപക്ഷെ വരാനിരിക്കുന്നൊരു കാലത്തിന്റെ സൂചനയാണിത് എന്നാണ്. മനുഷ്യബന്ധങ്ങൾ ദുർബലമാകുന്നൊരു കാലം. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? ഒരു വശത്ത് അലാനിയെപ്പോലെ കടുത്ത ദുഃഖത്തിലിരിക്കുന്ന ഒരാൾക്ക് AI ഒരു ആശ്വാസമാവുന്നു. അവർക്ക് ആ പിന്തുണ യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നു. എന്നാൽ മറുവശത്ത് മനുഷ്യബന്ധങ്ങളുടെ ആഴവും സങ്കീർണതയുമൊക്കെ വിട്ട് നമ്മൾ കൂടുതൽ എളുപ്പമുള്ള ഡിജിറ്റൽ ബന്ധങ്ങളിലേക്കൊരു ഒളിച്ചോട്ടം നടത്തുകയാണോ? അതൊരു പ്രധാന ചോദ്യമാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പുതിയ ബന്ധങ്ങളുണ്ടാക്കുമ്പോൾ യഥാർത്ഥ മനുഷ്യ ഇടപെടലുകളുടെ ആ സ്നേഹത്തിന്റെ, ആ കരുതലിന്റെ വില നമ്മൾ മറന്നുപോകുന്നുണ്ടോ? ഒരുപക്ഷേ ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ആഴത്തിലുള്ള സംവാദത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്വാധീനിച്ച മറ്റനുഭവങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ theopenmicpodcast@gmail.com നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരെ ജിജ്ഞാസയോടെ ഇരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.